അങ്ങനെ ചേട്ടാ എവിടേക്കാണ് യാത്ര? വൈദ്യരത്നം ഔഷധശാലയിലേക്ക്. തൈക്കാട്ടുശ്ശേരി മോസ്. പണ്ട് ചെറുപ്പത്തില് പോയിട്ടുള്ളതാ ഞാൻ പോയിട്ടുണ്ട് ചെറുപ്പത്തില്. അതിനുശേഷം ഇപ്പോഴാണ് നമ്മൾ അവിടെ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അവിടെ ഒരു മ്യൂസിയം ഉണ്ട്, ഒന്ന് കാണാം. അല്ല, ഞാൻ മുഖം കാണിച്ച വേറെ കാര്യത്തിന്. അതേ കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഭർത്താവ് വാച്ച് കെട്ടി. അമ്മായിശൻ ശരിയാക്കി വെച്ച് ഞാൻ അടിച്ചേൽപ്പിച്ചു. മോൻ കെട്ട് എന്ന് പറഞ്ഞിട്ട്. കാരണം അത് വാച്ച് ബാറ്ററി ഡൗൺ ആയി കിടക്കുകയായിരുന്നു. അപ്പോൾ പുതിയ ബാറ്ററി ഒക്കെ മാറ്റി അങ്ങനെ വാച്ച് കെട്ടിയപ്പോൾ കൈ വേറെ ആളായി. പക്ഷെ നല്ലതാ. ജാൻ്റെ അച്ഛൻ്റെ വാച്ച്. പക്ഷെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ജാൻ്റെ കയ്യിൽ ഈ വാച്ച് ഉണ്ടായിരുന്നു. മാനയൊക്കെ കണ്ടു. ഇവിടെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അച്ഛനൊക്കെ സ്പെഷ്യൽ ഫീലാണ് കേട്ടോ. ഞാൻ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു മനയൊക്കെ കാണുന്നത്, ഉള്ളിലോട്ട് പോകുന്നതും ഓരോരോ കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ, പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയ. അപ്പോഴോ നിങ്ങൾക്കും ആ നൊസ്റ്റാൾജിയ ഒന്ന് ഫീൽ ചെയ്യണ്ടേ? ഒല്ലൂരിനടുത്തുള്ള വൈദ്യരത്നം ഔഷധശാലയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവരുടെ തൊട്ടുള്ള മനയിലേക്ക്. ഇളയടത്ത് തൈക്കാട്ട് നീലകണ്ഠൻ മൂസാണ് വൈദ്യരത്ന ഔഷധശാല സ്ഥാപിച്ചതും അത് ഇതുപോലൊരു വലിയ സ്ഥാപനമായി വളർത്തിയെടുത്തതും. അദ്ദേഹത്തിൻ്റെ പിതാവ് നാരായണൻ മൂസും അദ്ദേഹവും ഒക്കെ താമസിച്ച ആ മന ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് സിദ്ധിച്ചു. അതും നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാം. നാരായണ മൂസ് ഇവിടെ ഈ ഭാഗത്താണുള്ളത്. പിന്നെ ഇത് ഉണ്ണിത്തിരുമേനി നീലകണ്ഠ മൂസ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. ഇവിടെ വന്നിരിക്കും ഷൂട്ട് ചെയ്യണ്ടായിരുന്നില്ല. കുറച്ചും കൂടെ വയ്യാണ്ടിരിക്കുകയാണോ? എന്ത് പറ്റി? ഇപ്പം ഇവർ 10:30 എത്തി. നഴ്സിംഗ് ഹോമിലെത്തി. നഴ്സിംഗ് ഹോമിലെ ഫെസിലിറ്റീസൊക്കെ ഒന്ന് കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങോട്ട് എത്തി. ഇനി ഇത് കഴിഞ്ഞിട്ട് വാരി കാണുന്നു. ആയുർവേദ ഫൗണ്ടേഷനും പിന്നെ റിസർച്ചും കണ്ടതിന് ശേഷം മ്യൂസിയം കണ്ടതിന് ശേഷം തിരിച്ചു പോകും. അപൂർവമായ കാഴ്ചകളാണ്, നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ല. ഇതൊന്നും സിനിമയിലൊക്കെ കാണുന്ന പോലെ അല്ലേ? അടിപൊളി. ഇവിടെ മഞ്ഞളൊക്കെ തേച്ച് പുരുഷന്മാർക്ക് അവിടെ. അതെ അല്ലേ? ആ ശരി. ഇപ്പോഴും ഇവിടെ കുളക്കടവ് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തോരം മീനുകളാ ഇവിടെ. അതെ അല്ലേ? നമ്മളിതൊക്കെ സിനിമയിലെ കണ്ടിട്ടില്ലേ? നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. ഒരു 5 ദിവസമായി വന്നിട്ട് കാണാൻ പറ്റാത്തൊരു കാഴ്ച. ഇതാണ് അടുക്കള. ഇപ്പം യൂസ് ചെയ്യുന്ന അടുക്കള. ഇപ്പോഴും ഊതാനൊക്കെ ഉണ്ട് കേട്ടോ. ചൂടുണ്ടോ നോക്കട്ടെ. ഇപ്പോഴും അടുപ്പ് ഊതിയിട്ട് അടിപൊളി. പുളി ഐറ്റംസ് ഒക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത്. സ്റ്റോറേജ് ഇവിടെയാണോ? പത്തായപ്പെട്ടി, നാഴി. പത്തായപ്പെട്ടി നമ്മുടെ പണ്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ ഒന്നും കാണാനേ ഇല്ല. അതെ 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 അതെ. എൻ്റെ അമ്മായിയുടെ വീട്ടിലൊക്കെ കാണാം. അച്ഛൻ്റെ മെനു ഉപയോഗിച്ചിരുന്ന റൂമായിരുന്നു അത്. ഞാൻ പറഞ്ഞേ എങ്ങനെയാ ഈ സ്റ്റെപ്പൊക്കെ കയറി ഡെയിലി വരാന്ന് പറഞ്ഞു. ആക്റ്റീവ് ആയിരുന്നു അല്ലേ? തെക്കിനി വടക്കിനി പൊട്ടിയിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് നോക്കായിരുന്നു. വിഗ്രഹം ഞാൻ പറഞ്ഞ ഇവിടെ വേണമെങ്കിൽ നിന്നിട്ടൊരു ഫോട്ടോ അടിപൊളി വന്നിട്ട് ഇതിങ്ങടെ പോണ്. ഒരുപാട് പേര് വരും ഇവിടെ അല്ലേ? അതെ അതെ അതെ. ഇപ്പൊ ചെയ്യാറുണ്ട് ഇവിടെ? ഇല്ല, ഇപ്പൊ ഇവിടെ ഇപ്പൊ കൊതുമ്പും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയില്ലേ? മുമ്പൊക്കെ പണ്ട് ഇതേപോലെ വീട്ടിലൊക്കെ ഇങ്ങനെ കെട്ടിയിടുന്നു, എടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്.
എടുക്കാനേ ട്രെയിൻ പോണ്ടല്ലോ. അത്രയും അവിടെ അടപ്പ് കൂട്ടിയിട്ട് അന്ന് ഈ പറഞ്ഞ പോലെ എപ്പോഴും ആൾക്കാരും തിരക്കും. പണ്ടത്തെ അമ്മി എങ്ങോട്ട് പറഞ്ഞ എന്റെ ഭഗവാനേ. പക്ഷെ എപ്പോഴും ഇതുണ്ട് കേട്ടോ. ഇവിടെ എന്താ പരിപാടി? ഇത് ഇതാ ഇതിന്റെ ഉള്ളിലല്ലേ കായ പഴുപ്പിക്കുന്ന സ്ഥലം. അത് ശരി. അപ്പൊ ഇത് നിങ്ങളിങ്ങനെ അടച്ചിട്ടൊക്കെ ഇപ്പൊ ശരി. അപ്പൊ എടുക്കും. ഓക്കെ ഓക്കെ. അതാണ് ഇത് കണ്ട ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് ശരി. അതെനിക്കറിയില്ലായിരുന്നു. കേട്ടിട്ടുണ്ട് കേട്ടാ, പക്ഷെ ആദ്യമായിട്ട് കാണുന്നത്. കൊള്ളാം. എത്ര കൊല വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളില്? ശരി. കായക്കൊല പഴുപ്പിക്കുന്ന സ്ഥലം കണ്ടില്ലേ നിങ്ങള്? സമീനട്ടാ അത്രേ എഫേർട്ട് എടുത്തിട്ടാണ്. അല്ല അവർക്കൊക്കെ എഫേർട്ട് ഒന്നും ഉണ്ടാവില്ല. അവർ സ്ഥിരം ചെയ്യുന്ന പരിപാടികളല്ലേ. നല്ല ഇരുന്ന് അരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിന്ന് അരയ്ക്കാൻ കുഴപ്പമുണ്ടാവില്ലേ. എനിക്ക് വയറില്ല ഇപ്പൊ. അപ്പോൾ കൊള്ളാം. നാരായണ മൂസ് നടുവിലിരിക്കുന്ന നീലകണ്ഠ മൂസ്. അത് ശരി. ഇത് അമ്മ. തൈക്കാട്ടുശ്ശേരി മനയിലത്തെ ദുർഗ ഭഗവതി ഇവരുടെ കുലദൈവം. അമ്മ അതല്ലേ. അപ്പൊ ശരി, സന്തോഷം. അമ്പലക്കുളം. അമ്പലക്കുളം. അമ്പലക്കുളം നമ്പൂതിരിമാരുടെ കടവിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ശരി. അവിടെ വേറെയുള്ള ആൾക്കാർക്ക് പ്രവേശനമില്ല അല്ലേ? ഇതെന്ത് സംഭവം? ശരി. പക്ഷെ ഇതിൽ കൂടെയാണ് നമ്പൂതിരിമാര് കറക്റ്റ്. ആനയുടെ കടവായിരുന്നു. അതിപ്പോ രാഹുൽ ഏറ്റെടുത്തു എന്ന് മാത്രം. അതാണ് ഈ പറയുന്ന പ്രശസ്തനായ രാഹുൽ. പിങ്ക് ഷർട്ട്. ഈ കുട്ടിയാണ് പ്രോപ്പർ തൈക്കാട്ടുശ്ശേരിക്കാരൻ. അതിനാണ് ഈ രാഹുലിനെ എല്ലാത്തിനും വിളിച്ചത്. ഞങ്ങളൊക്കെ വന്നവരാ. നിങ്ങൾ വന്നവരാണല്ലേ? അത് ശരി. ഇത് ഇത്രേ ഉള്ളൂ. ദുർഗാദേവി ക്ഷേത്രത്തിനുള്ളിലോട്ട് നമുക്കൊന്ന് പോകാട്ടോ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അമ്പലക്കാട്ട് അടച്ചിരിക്കുക. എന്നാലും ഇങ്ങോട്ട് മാറുന്നോളോ. ഒന്ന് കഴിയാൻ കൊള്ളായിരുന്നു. ഊണ് കഴിക്കാനുള്ള ഞങ്ങളിന്ന് രാവിലെ കുറച്ച് 5 കിലോമീറ്റർ നടന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പകരം വീട്ടിൽ കൊണ്ടിരിക്കട്ടോ. അപ്പോൾ മനയുടെ ഉള്ളിൽ പോയി അതിനുശേഷം അമ്പലത്തിൽ കയറി. അമ്പലത്തിൽ കയറിയപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് കാറിലോട്ട് അവിടെ ചെരുപ്പ് എടുക്കണം. അതിനുശേഷം കാർ കയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അവിടെ കണ്ടിട്ട് മ്യൂസിയത്തിലോട്ടോ. എൻ്റെ വീക്ക്നെസ്സാണ് ഇതൊക്കെ. ഈ പായലും പൂപ്പലും ചെടികളും അതിൽ കംപ്ലീറ്റ്. ഇതാണ് ഇവരുടെ ആയുർവേദ റിസർച്ച് സെൻറ്റർ. നമ്മളെന്താ ഒരു ആംബിയൻറ്റ് കണ്ടീഷനിൽ സാമ്പിൾ പ്രിപ്പറേഷനൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മളുടെ അനാലിസിസ് ലബോറട്ടറി. നോർമൽ ടൈട്രേഷൻ, അതുപോലെ തന്നെ എക്സ്ട്രാക്ഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന വെയിറ്റ് ഗ്രാവമെട്രിക് അനാലിസിസ്, അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക ക്വാളിറ്റി ഇവാലുവേഷൻസ്, ഓയിൽസിൻ്റെ ഒക്കെയുള്ള ഫിസിയോ കെമിക്കൽ പാരാമീറ്റേഴ്സിൻ്റെ എസ്റ്റിമേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സാധാരണ എല്ലാ ലാബിലും ഒക്കെ ഉള്ള രീതിയിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ബോട്ടണി ലാബ്. ഡോക്ടർക്ക് അതിനെ പറ്റി കൂടുതൽ പറയാനുണ്ടോ അല്ലേ? പറഞ്ഞോളൂ. അവരാണ് ദ്രവ്യഗുണ വിജ്ഞാനത്തിൻ്റെ ആൾക്കാർ.
ആക്ച്വലി നമ്മൾ റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഹെർബൽ റോ മെറ്റീരിയൽസ് ഉണ്ട്, മെറ്റൽസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യുന്നതിന് ഡിഫറെൻറ്റ് ഇതുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽ ഒതൻറ്റിക് ആയിട്ടുള്ളതാണോ എന്നുള്ളത് ചെയ്യുന്നതാണ്. പിന്നെ പല മെത്തഡോളജി ഉണ്ട്. നമുക്കിപ്പം ഹെർബൽ ഡ്രഗ്സ് ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഡ്രൈ ഫോമിൽ വെക്കേണ്ടതെല്ലാം ഡ്രൈ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെറ്റായിട്ട് വെക്കേണ്ടത് നമ്മൾ മെറ്റൽസ് ആൻഡ് മിനറൽസ് ഈ ഗ്രൂപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഹെർബേറിയമാണ് നമ്മുടെ വേറൊരു പാർട്ടുകൾ. നമ്മുടെ ഹെർബേറിയം എന്ന് പറയുന്നത് എല്ലാ പാർട്ടും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സ്റ്റഫ് ചെയ്തിട്ട് നമ്മൾ പൊട്ടിക്കുന്നു. ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഇതിന്റെ റൂട്ട് ഇങ്ങനെയുണ്ട്, ഷേപ്പ് ഇങ്ങനെയാണ്, ഇതിന്റെ ഇത് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഇതിന്റെ ലീഫിന്റെ വെയിൻലെറ്റ്സ് ഒക്കെ എങ്ങനെയാണ് പോകുന്നത് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ അത് വെച്ചിട്ടാണ്. ഇതിപ്പോ നമ്മള് പുറത്ത് വല്ലതും അറിയുന്നുണ്ടോ? നമ്മള് കുടിക്കുന്നു അല്ലെങ്കിൽ മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നു. റോ മെറ്റീരിയൽ സൈഡ് മാത്രമേ ഫിനിഷ് പ്രോഡക്റ്റ് വരെ എല്ലാ ഭാഗവും നമ്മൾ ഒതന്റിക്കേറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ഈ പറയുന്ന റോ മെറ്റീരിയൽ ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ആണോ ഉപയോഗിക്കുന്നത് ഇന്റർനാഷണൽ റെഫറൻസും വെച്ചിട്ട് നമ്മളതുമായിട്ട് കമ്പയർ ചെയ്ത ശേഷം നമ്മളത് ജെന്യൂൻ ആണോ അല്ലയോ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ നമുക്ക് എന്നാലും ഉണങ്ങി കഴിയുമ്പോൾ ഒരിക്കലും ഐഡന്റിഫിക്കേഷൻ ഈസി ആയിരിക്കില്ല. ഡ്രൈ ഫോമിലല്ലേ വരാം. ഡ്രൈ ഫോമിലുള്ളത് ജസ്റ്റ് ലീഫിന്റെ വിനേഷൻസ് പ്ലാന്റ് ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ റൂട്ടിന് ഫീച്ചേഴ്സ് ഉണ്ടാവും. അത് ഡ്രൈ ആയ ഒരു ഫീച്ചേഴ്സ്, വെറ്റ് ആകുമ്പോൾ ഒരു ഫീച്ചേഴ്സ് നമ്മൾ കൃത്യമായിട്ട് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക്. ഇതിപ്പോൾ ഒരു ഫോർമുലേഷനിൽ തന്നെ ചിലപ്പോൾ 50 above ഒക്കെ ഡ്രഗ്സ് ഉണ്ടാവും. ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതൊരു മെത്തേഡ്. അതുപോലെ വേറൊരു മെത്തേഡാണ് നമ്മൾ മൈക്രോമെട്രി ചെയ്യുന്നു, മൈക്രോസ്കോപ്പിക് ഇവാലുവേഷൻ ചെയ്യുന്നു. ഇതിന്റെ സെക്ഷൻസ് അങ്ങനെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വൈദ്യരത്നത്തിലോട്ട് തിരിച്ചു വന്നു. ഞാൻ ചെറുതായിരിക്കുമ്പോൾ, തീരെ കുട്ടിയായിരിക്കുമ്പോൾ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നു. പക്ഷെ ഇവിടെ അല്ലാട്ടോ വന്നത്, അപ്പുറത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ്റെ കൂടെ വന്നതാണ്. പിന്നെ ഇപ്പോഴാണ് ഇവിടേക്കൊന്ന് വിസിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ നമുക്കൊന്ന് എല്ലാ സ്ഥലവും ഒന്ന് കണ്ട് തൃശ്ശൂർക്കാർക്കൊക്കെ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ലേ. എല്ലാവരും എടുത്തോ, കവർ ചെയ്തോ. ഞാൻ അനിത HR വർക്ക് ചെയ്യുന്നു. അത് ശരി. ഡോക്ടർ സജിനി എന്നല്ലേ പേര്? സജിനി. എല്ലാവരും ഒന്ന് കാണിച്ചോളൂ. എന്ത് അസുഖത്തിനാണ് കൂടുതൽ ഇവിടെ പേഷ്യൻസ് വരുന്നത്? ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ട് അതുപോലെ തന്നെ ക്രോണിക് ആയിട്ടുള്ള ഒരുപാട് കണ്ടീഷൻസ് വരുന്നുണ്ട്. നമ്മുടെ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് ഭയങ്കര ഇഷ്യൂ ആണ് അല്ലേ? ഇപ്പോൾ എല്ലാവരും ഏകദേശം വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണല്ലോ. അപ്പോൾ എല്ലാവരും ഈ വർക്കിംഗ് പോസ്ചർ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തുവേദന ഇഷ്യൂസ് അത് എനിക്കുണ്ടായിരുന്നു. അതെ. അതുപോലെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടീഷൻസ് നമുക്ക് വരാറുണ്ട്. അതായത് എലിവേറ്റഡ് ആയിട്ടുള്ള BP, ഷുഗർ, അമിതവണ്ണം, അതെല്ലാം തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന കണ്ടീഷൻസ് ആണ്. അത് മാത്രമല്ല ആർത്രൈറ്റിസ്, പലതരം ആർത്രൈറ്റിസ്, അതായത് യൂറിക് ആസിഡ് എലിവേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടീഷൻസ്, പിന്നെ ക്രോണിക് ആയിട്ടുള്ള റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ്, അങ്ങനത്തുള്ള കേസസും ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ചിലപ്പോൾ ഭയങ്കര പേടിയാണ് ചില കാര്യങ്ങൾ. ആർത്രൈറ്റിസ് ആണപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിൽ വന്നപ്പോൾ പോയി കംപ്ലീറ്റ് ചെക്കപ്പ്, ഡോക്ടർ ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ ഗൂഗിളൊക്കെ നോക്കുമ്പോഴുണ്ടല്ലോ ഓരോ ലക്ഷണങ്ങൾ പറയുമ്പോൾ ഗൂഗിൾ നോക്കുമ്പോൾ ശരിക്കും പണിയാണ്, നമുക്ക് ടെൻഷനാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് പലപ്പോഴും യൂസ്ഫുൾ ആണെങ്കിലും അല്ലെങ്കിൽ ഡിമെറിറ്റ്സും കൂടി ഉണ്ട്. പ്രയർ ആയിട്ട് ഒരുപാട് സിംറ്റംസ് സയൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്കുമായിട്ട് റിലേറ്റഡ് ആണോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പാനിക്കായിട്ട് വരുന്നത്. ഞാനൊക്കെ ഒരുപാട് പാനിക്കായിരുന്നു. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ചുമ വരുമ്പോൾ നമ്മൾ വേറെ എന്തൊക്കെ റിലേറ്റ് ചെയ്യും. അപ്പോൾ അതിലാദ്യം നമ്മൾ സിംറ്റംസ് വരുന്ന വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ശരിക്കും അപ്പൊ അത് കാരണം ആർത്രൈറ്റിസ് ഒക്കെ പിന്നെ ചില ഒരു പാരമ്പര്യമായിട്ട് ഇപ്പൊ ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് കണക്ട് ആവുമല്ലോ. അതെ, ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒരു ചാൻസസ് ഉണ്ട്. ചികിത്സാ സമ്പ്രദായമാണ് നമ്മളിവിടെ ഫോളോ ചെയ്ത് വരുന്നത്. ഒരു തരത്തിലുള്ള വയലേഷൻസും നടത്താതെ ചികിത്സകൾക്ക് പോലും ഏതൊക്കെ ചികിത്സ ഏതൊക്കെ സമയത്ത് ചെയ്യണം എന്ന് പോലും ഉണ്ട്. അതുപോലും ഇവിടെ ഫോളോ ചെയ്തുകൊണ്ടാണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത്. പോലും ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ മെഡിസിൻ കൊടുത്ത് നിങ്ങൾ സെൽഫായിട്ട് കഴിച്ചോളൂ അങ്ങനെ പോലും അല്ല. അതാ നേരത്തിലുള്ള മെഡിസിൻസ് നമുക്ക് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യണം. എന്നിട്ട് അത് കഴിച്ചോന്ന് പോലും നമ്മൾ എൻഷുർ ചെയ്യും. പിന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത്. പേഷ്യന്റിന് ജസ്റ്റ് മെഡിസിൻ കൊടുക്കുന്നത് കൊണ്ട് മാത്രമായില്ല. പിന്നെ മാത്രമല്ല ചില ആൾക്കാരുടെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ പഥ്യം. അത് എന്നോട് പറയും പഥ്യം നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ എല്ലാത്തിലും ഉണ്ട് പഥ്യം. അതായത് ഇപ്പോൾ ചില അതോ പ്രോപ്പറായിട്ട് ഇങ്ങനത്തെ കഴിക്കുമ്പോൾ ആയുർവേദം കഴിക്കുമ്പോൾ പഥ്യം എടുക്കണം നിർബന്ധമാണോ അതോ ചില മെഡിസിൻസിനാണോ? അതായത് പഥ്യം എന്ന് പറയുമ്പോൾ ഒരു
ഫോൾസ് നോഷനാണ് എല്ലാത്തിനും ബേസിക്കായി ഇത് കഴിക്കാതെ. പക്ഷെ ചില അസുഖങ്ങളിൽ ഒഴിവാക്കാൻ പറയണ ചില പഥ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില എന്തൊക്കെ കഴിക്കണം എന്നുള്ളതുണ്ട്. അത് ബേസിക്കലി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻസിനോടായാലും അതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ അവരതിന് റെഡിയാണ്. അത് ഇപ്പം മെഡിസിൻസ് കഴിക്കുന്നില്ല, ചികിത്സ ചെയ്യുന്നു, അതിൻ്റെ ബെനിഫിറ്റ് ഈ പഥ്യം കൂടി ആകുമ്പോഴേ കംപ്ലീറ്റ്നെസ് വരുന്നുള്ളൂ. അതിൽ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും അതിനെ ആക്സെപ്റ്റ് ചെയ്യണം. അതാണ് ഫാക്റ്റ്. ഈവൻ നമുക്ക് ബ്രോഡ് നിന്നാണെങ്കിൽ പോലും പല പേഷ്യൻസും ഇവിടെ വരുമ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി അല്ലെങ്കിൽ സ്റ്റീം ഫുഡായിട്ടുള്ള ഫുഡാണ്, അതിലൊട്ടും ഓയിലില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അത് ലൈറ്റ് ഫുഡാണ്, അല്ലെങ്കിൽ അതിൽ അത്രയും കാലറീസ് ഉണ്ടെന്ന് കോൺസെപ്റ്റ് ഉണ്ടെങ്കിലും അത് പക്ഷേ നമ്മുടെ ബോഡിക്ക് അത്രയും ഹെൽത്തി ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത് കഴിക്കാൻ അവർ കുഴപ്പമില്ല. അവര് അതെ. അപ്പൊ നോർത്ത് ഇന്ത്യൻ ഡിഷിൽ ഡോക്ടർ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, മിക്കതും അവര് മാരിനേറ്റ് ചെയ്യുന്നതിന് തൈരിലാണ്. ശ്രദ്ധിച്ചില്ലേ? നമ്മുടെ അങ്ങനത്തെ റെസിപ്പീസ് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ അതിൻ്റെതായി പറഞ്ഞ പോലെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ തേൻ ചൂടാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ ചൈനീസ് ഡിഷസിൽ മോസ്റ്റ്ലി ഒരു ചൂടോടുകൂടി തേൻ, നമുക്കത് മനസ്സിലായപ്പോൾ ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പൊ ശ്രമിക്കാറുണ്ട്. അതായത് ഡിഷ് ഉണ്ടാക്കിയ ശേഷം തേനൊഴിക്കുന്ന രീതിയിലാണ് ശ്രമം. അത് തെറ്റുകൾ നമുക്ക് വരും, അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ നമ്മൾ തിരുത്തും. അതാണ്. അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് പറയും, ചേച്ചി അങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് IBS ആണ്, ഇറിറ്റബിൾ ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓടിപ്പോയി ഡോക്ടറെ കാണുന്നു, ഇല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഒരു ശമനം വരുത്തുന്നു. പക്ഷെ അതിലെല്ലാ കാര്യം അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചേരും എന്ത് ചേരുന്നില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ തന്നെ സ്വയം ശരീരത്തിന് ശ്രദ്ധിക്കണം എന്ന് പറയും. അതുപോലെ തന്നെ എന്ത് ഫുഡാണ് നമുക്ക് അത്രയ്ക്കും പറ്റാതെ, അല്ലെങ്കിൽ ഏത് ഭക്ഷണ കോമ്പിനേഷൻസ് ആണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും കൂടി അസസ് ചെയ്ത് അതിനെ മാറ്റി നിർത്തേണ്ടത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അതെ. എനിക്ക് ഈ മുട്ടയില്ലേ, മുട്ട കഴിച്ചു കഴിഞ്ഞാൽ അപ്പം ഭയങ്കര ബ്ലോട്ടിങ് വരും. അത് പ്രത്യേകിച്ച് രാവിലെയൊക്കെ ചിലപ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നിയിട്ട് നമുക്ക് കഴിക്കുമല്ലോ മുട്ട റോസ്റ്റ് ഒക്കെ. ഇപ്പൊ ഞാൻ അത് ഒഴിവാക്കും. ഗ്രേവി കുഴപ്പമില്ല, പക്ഷെ മുട്ട കഴിക്കുമ്പോൾ ഇപ്പോഴും ഇഷ്യൂ ആണ്. അത് ഞാൻ പിന്നെ മനസ്സിലാക്കിയപ്പോൾ നമ്മളത് ഒഴിവാക്കുക. അതുപോലെ തന്നെ അത് ഞാൻ പറയാം, ശരീരത്തിന് നമ്മൾ ശ്രദ്ധിക്കുക ശരിക്കും. അതായത് ഫുഡാണ് ബേസിക് എന്നുള്ളത്. പലപ്പോഴും നല്ല ആഹാരം, നല്ല ഉറക്കം, അതൊക്കെ നമ്മുടെ ലൈഫിനെ അല്ലെങ്കിൽ നമ്മുടെ ബോഡീനെ ബാലൻസ് ചെയ്യാൻ ഏറ്റവും ആവശ്യമാണ്. ഇത് പലപ്പോഴും നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വരുന്നതിന് 2 ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന് നല്ല ഭംഗിയായിട്ട് പോവാ, ഓൾറെഡി ഞാൻ സുന്ദരിയാണ്. ഏത് തരത്തിലുള്ള ഫുഡ് നമ്മൾ കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് എത്ര ഉറക്കം കിട്ടുന്നു അതിനും പ്രാധാന്യമുണ്ട്. എത്ര വെള്ളം കുടിക്കുന്നു, അതിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ശരിയാ. മാം ഇതിനു മുമ്പ് ആരോഗ്യ ചികിത്സ എടുത്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ ജാന്റെ ബ്രദർ ഡോക്ടറാണ്, നമ്മൾ വീടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ അവിടെ പണ്ടൊക്കെ ഇടയ്ക്ക് സ്ഥിരം 7 ദിവസം ഉഴിച്ചിലും കാര്യങ്ങളും. ഇപ്പൊ ദുബായിലാണെങ്കിലും ഡോക്ടർ ഗീത എന്ന് പറഞ്ഞ എന്റെ ഡോക്ടറുണ്ട്. അപ്പൊ പുള്ളിക്കാരുടെ അടുത്ത ട്രീറ്റ്മെന്റ് ഒക്കെ ആയുർവേദമാണ്. ഒരു 6 കല്ലുണ്ടായിരുന്നു എനിക്ക് കിഡ്നിയിൽ. അപ്പൊ പുള്ളിക്കാരിയാണ് അതൊക്കെ ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ആക്കി തന്നത്. നമുക്കൊന്ന് കോട്ടേജ് അത് കണ്ടോ പറഞ്ഞു. ജാൻചേട്ടൻ എന്തിനാ മാസ്ക് വെച്ചിരിക്കുന്നത്? നമ്മളെ അത് മനസ്സിലായി. ജാന്റെ വീട്ടിലുണ്ട്. ഞങ്ങള് രാവിലെ അവിടെ നിന്ന് സ്കൂട്ട് ചെയ്തതാ. പിള്ളേരെ വിട്ട് വരണമെങ്കിൽ ഇപ്പൊ ഒന്നും എത്തില്ല നമ്മള്. ഇത് ഫാർമസിയിൽ. പിന്നെ നമുക്ക് വാർഡ്സ് അവൈലബിൾ ആണ്. പിന്നെ കോട്ടേജ് എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ടോ? എക്സസൈസ് ഞാൻ നടക്കും. ഞങ്ങൾ രണ്ടുപേരും നടക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എക്സസൈസ് കുറവാണ്. ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് പോവാം. നമ്മുടെ ഇവിടുത്തെ ചെറുപയർ കറി ഉണ്ട്, അതൊക്കെ കഴിക്കാം. കർക്കിടകഞ്ഞി ഉണ്ട്. കർക്കിടകഞ്ഞി കുടിക്കണോ? കർക്കിടകഞ്ഞി ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഒരുപാട് മരുന്നുകൾ കൂട്ടിയിട്ടുള്ള അത് ഭയങ്കര ഒരു കുത്തല്ലേ. അപ്പൊ നമ്മുടെ വീട്ടിലെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ അങ്ങനെയില്ലേ? അതല്ല, അത് കുഴപ്പമില്ല. അങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല. മറ്റേത് മരുന്നിട്ടിറങ്ങിയാൽ കുടിക്കൂല. അല്ല, മരുന്നുണ്ട്. കുത്തില്ലേ കുഴപ്പമില്ല. നമുക്ക് മറ്റേത് ഇടണമെങ്കിൽ നമുക്ക് എന്തോ ഒരു അരിഷ്ട കഷായി കുടിക്കുന്ന ഒരു ഫീൽ വരും. നമ്മൾ പറഞ്ഞ പൂവ് പപ്പ ശംഖുപുഷ്പല്ല, അത് അല്ല, അതിന്റെ പേര് പറയാ. ഇവിടെ നമുക്ക് അടിച്ചു മാറ്റിക്കൊണ്ടോ? നമുക്ക് അവരോട് പറയാം, ഒരു കട തരാം.
നമ്മുടെ ഇവിടുത്തെ ഫുഡ് എന്ന് പറയുമ്പോഴേ ഒരു തരത്തിലുള്ള മറ്റേ ഒന്നും ആഡ് ചെയ്യാതെ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന സാധാരണ ഫുഡില്ലേ, ഓലന്നിലയില് അധികം എരിവൊന്നും ഇല്ലാത്ത അങ്ങനത്തെ വളരെ നമ്മൾ പറയാറില്ലേ ഒരുപാട് ഗരം മസാല അല്ലെങ്കിൽ ഒരുപാട് മസാലകൾ ചേർക്കുമ്പോ നമ്മളുടെ തനതായ ഇതിന്റെ ടേസ്റ്റ് ഒക്കെ മാറിപ്പോകും. ഇപ്പൊ ഓലെന്ന് പറഞ്ഞ ഓല കുമ്പളങ്ങയുടെ ടേസ്റ്റ് നമുക്ക് വരണല്ലോ, അതുപോലെ അതാണ് നമുക്ക് ഇഷ്ടം. ഞങ്ങൾ രണ്ടുപേരുടെ ഏകദേശം ഒരേ ടേസ്റ്റ് തന്നെ, ജാൻ്റെ തന്നെ. ഇതാണ് കോട്ടേജസോ? ആ ശരി. എന്നിട്ട് ഇങ്ങോട്ട് വരാം. ഓക്കെ, നമ്മൾ വരുമ്പോ ദേ അവിടെ നിൽക്കാം. ഞാൻ പറയാൻ പോണേകളും ഒക്കെ പറഞ്ഞുതരാം. പടരുന്ന അല്ലെങ്കിൽ നല്ല ഇങ്ങനെ അങ്ങനത്തെ ഉണ്ടെങ്കിൽ പറയണേ. അപ്പൊ വീട്ടിലേക്ക് ബാൽക്കണിയിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി. ആ അത് നോക്കാം. കണ്ട ഞാൻ എത്ര കാര്യങ്ങളാണ് നോക്കി ഇവിടെ വരുമ്പോ നടക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ ഹെർബൽ ഗാർഡൻ. എല്ലാ ഇവിടെ ഉള്ള ഒരുവിധ എല്ലാ സസ്യങ്ങൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസും മെഡിക്കൽ വാല്യൂ ഉള്ള. നീലമരി അല്ലേ മാമിന് എങ്ങനെയാ ഈ ക്രേസ് എന്ന് പറഞ്ഞാൽ ദുബായിൽ പോയ സമയത്ത് പിന്നെ ബോറടിച്ചു, വേറൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. എന്തെങ്കിലൊക്കെ ഇതിലോട്ട് അങ്ങനെ ഇത് താല്പര്യമായിരുന്നു. അപ്പൊ ഇതിലോട്ട് എത്തിപ്പെട്ടു. ദന്തപാല എന്നാ ഞാൻ അന്ന് നമ്മുടെ ബിജോയിന്റെ വീട്ടിൽ പോയപ്പോ അമ്മ പറിച്ചു തന്നിട്ട് എണ്ണയൊക്കെ കാച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് വെച്ചിട്ട് അത് റെഡ് കളർ. അതെ അതെ, സ്കിന്നിന് നല്ലതാണ് അല്ലേ? സ്കിൻ ചില സ്പെഷ്യൽ കണ്ടീഷൻസ്, പോലെയുള്ള കണ്ടീഷൻസിന് ദന്തപാലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ? എന്റെ പേര് ദിവ്യ. തെറാപ്പിസ്റ്റ് ആണ്. ശരി, ഞാനിവിടെ ഒരു ദിവസം കൂടാം. കോമ്പിനേഷൻ അങ്ങനെ കഷായത്തിലൊക്കെ. ഇതാണ് ശംഖുപുഷ്പം അല്ലേ? ഇതെന്ത് സംഭവം? അമൽപ്പൊരി എന്നുള്ളത് സർപ്പഗന്ധ നമ്മുടെ BP ക്കൊക്കെ കൊടുക്കാറില്ല. ശരി, അതിൽ വൺ ഓഫ് ദി ഏതാ? ശരി, അപ്പൊ അതെന്താ? അമ്പഴങ്ങയാണത്? ശരി, ഇത്ര ചെറുതിലുണ്ടാവോ അങ്ങനെ അമ്പഴങ്ങയുടെ? ഇതിന്റെ കളറൊക്കെ ഇങ്ങനെ മാറിയിരിക്കുന്നത് അല്ലേ? ശരി. അമൽപ്പൊരി എന്ന് പറഞ്ഞത് നമ്മുടെ BP കണ്ടീഷനിൽ ഭയങ്കര എഫക്റ്റീവ് ആണ്. ശരി. എവിടെയാ ഫ്ലാറ്റ്? നമ്മള് തൃശ്ശൂർ ടൗണിൽ തന്നെയാ, കാസിനോ ഹോട്ടലിന്റെ അടുത്തായിട്ട് വരും. വെറ്റില അതേ ജാന ഇവിടെ നിന്ന് വെറ്റില എടുത്തിട്ടുണ്ടാവും. വെറ്റില കൂടി അതും പടർത്താം, നാച്ചുറൽ ആയിട്ട് കിട്ടുമല്ലോ. പണ്ട് എല്ലാ കവുങ്ങിലും ഉണ്ടാവുന്ന നോനി ഫ്രൂട്ട് ഈ കാണുന്ന ഇത് ഞാൻ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം വീഡിയോയില്. ഒരു സമയത്ത് നോനി ഭയങ്കര ക്യാൻസറിനൊക്കെ വേണ്ടി ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞ. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട്. നോനി അല്ലേ? പിന്നെന്താ ചേച്ചിയോടൊപ്പം ഇന്നത്തെ ക്യാപ്ഷൻ. ഒരു മിനിറ്റ്. അതെ തുടച്ചാ മതിയ ഗ്ലാസ് കിട്ടിയോ? അതിനെന്താ പറയാ ആ ചെടീനെ? അത് മറ്റേ മുള്ളു പോലെ നിൽക്കുന്ന സാധനം. ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. ആളുണ്ടോ നമ്മുടെ ചാരുകസേരൊക്കെ? മിക്കാറൊക്കെ ഉണ്ട്. ഡൈനിങ് ടേബിൾ പിന്നെ ഇവിടെ നമ്മള് നിങ്ങള് ക്യാൻറ്റീനിൽ നിന്ന് കൊണ്ടു കൊടുക്കുക? എങ്ങനെയാ ഭക്ഷണം ഫുഡ്? രണ്ട് ബെഡ്. പിന്നെ ഇതൊരു സിംഗിൾ മൂന്ന് പേർക്ക് സ്റ്റേ ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ. കൂടുതലുള്ള ആൾക്കാർക്ക് ഇവിടെ തന്നെയാണ്. ഓ അത് നന്നായി. അപ്പൊ ഇനി വേറെ എവിടെ പോകേണ്ട ആവശ്യമില്ല. ശരി. അതെ അതെ അതെ. അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്റ്റീം ചേമ്പർ അതിലിരുന്നിട്ടുണ്ട്. ഇവിടെ അല്ലാന്ന് മാത്രം. ഒരു ദിവസം എപ്പോഴേലും. പക്ഷെ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് ഒരു ദിവസം കൂടെ ചെയ്തിട്ട് കാര്യമില്ല. ഒരു സ്ഥലം എപ്പോഴേലും അത് 7 ദിവസം ചെയ്ത് ഞാൻ 7 ദിവസം കണ്ടിരിക്കണം. ഇത് റോഡിൽ കൂടെ കുണ്ടുകുഴിയിൽ റോഡിൽ കൂടെ മുഴുവൻ യാത്ര. എനിക്കിഷ്ടമാണ് അത് ചെയ്യാനൊക്കെ.
ശരിക്കുള്ള ടിപ്പിക്കൽ ആയുർവേദ ചികിത്സാ രീതി എന്താണെന്നുള്ളത് ഫീൽ ചെയ്യാം. ശരി. അതെ, അത് കറക്റ്റാ, സത്യമാണ്. ഇപ്പൊ 2 സ്ഥലത്ത് ചെയ്യുമ്പോഴും ഈവൻ മാത്രമല്ല ഉഴിച്ചിലിന്റെ സ്ത്രീകൾ മാറുമ്പോഴേ, അതായത് ആഴ്ചയിൽ ഞാൻ ഇപ്പോൾ 7 ദിവസം ചെയ്യുമ്പോൾ 6 ദിവസം ഒരു സ്ത്രീയും 7ാമത്തെ ദിവസം വേറെ സ്ത്രീയായി അവര് ലീവായിരിക്കും അന്നത്തെ ദിവസം. അപ്പൊ 2ാമത്തെ സ്ത്രീ വരുമ്പോ തന്നെ മാറി, അവർ ചെയ്യുന്ന രീതികളൊക്കെ മാറി. നമ്മളെന്തിങ്ങനെ ചെയ്യുന്നത്? അപ്പൊ ഞാൻ പഠിച്ചത് എങ്ങനെയാണ്? ഇവിടെ ആര് വന്നാലും ഒരേ രീതി തന്നെ. ഈവൻ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ പ്രഷറിന് പോലും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാവരും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ്സും. അതാണ് നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് ഈ ഒരേപോലെ ചെയ്യുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ശരിക്കും അത് വ്യത്യാസം കറക്റ്റായിട്ട് അറിയാം. പിന്നെ ചെയ്യുന്ന രീതിയിലും എല്ലാം ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ പ്രഷർ പോയിന്റ്സും ശരിക്കും ചില നമ്മുടെ കാലിന്റെ വിരലിന്റെ ചില ഭാഗത്ത് തൊടുമ്പോണ്ടല്ലോ ശരിക്കും അത് അറിയാൻ പറ്റില്ല. പിന്നെ ചൂട് കൊടുക്കുന്നതിലും ഇല്ലെങ്കിൽ എത്ര ചൂട് വേണം, അതും എല്ലാ ബോഡിയിലും സെയിം വേണം എന്നില്ല. അത് എന്താ പറയാ, ബോഡിക്ക് അനുസരിച്ച് നോക്കി. ചിലർ സെൻസിറ്റീവ് സ്കിൻ ആയിരിക്കും, ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പൊ അതിനനുസരിച്ച് നോക്കിയിട്ട് അത് ചില ഭാഗങ്ങളിലുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ എന്താ പറയാ കയ്യിൽ കാലിന്റെ ഇവിടെ വെക്കണതായിരിക്കില്ല കയ്യിന്റെ ഇവിടെ വെക്കുമ്പോ. അപ്പൊ പെട്ടെന്ന് എനിക്ക് ഈ പ്രശ്നമുണ്ട്, എന്താ പറയാ നമ്മുടെ കാർപ്പൽ പ്രശ്നമുണ്ട്. അപ്പൊ അതിന് വേണ്ടി ഞാൻ ട്രീറ്റ്മെന്റ് പോയില്ലായിരുന്നു. അപ്പൊ ഈ ഇത് വെച്ചിട്ട് അപ്പൊ ചിലപ്പോ ഞാൻ പറയും ഇച്ചിരി ചൂട് കൂടി. ശരിക്കും അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഡയബറ്റിക് പേഷ്യൻസിനായാലും തരിപ്പ്. അപ്പൊ നമ്മൾ ചൂട് വെക്കുമ്പോ അറിയില്ലല്ലോ, അങ്ങനെ നോക്കിയിട്ട് ഈവൻ ബോഡി ഓയിൽ പോലും ഇപ്പൊ ഒരാൾക്ക് മാം നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ എല്ലാവർക്കും ഒരേ മെഡിസിൻസ് അല്ലെങ്കിൽ ഒരേ ബോഡി ഓയിൽ ആപ്റ്റ് ആവണമെന്നില്ല. ഓരോ ബോഡിയും യൂണീക്കാണ്. അപ്പൊ അത് അസസ് ചെയ്തുകൊണ്ടാണ് നമ്മള് ബോഡി ഓയിൽ പോലും ഡിസൈഡ് ചെയ്യുന്നത്. എല്ലാതും അതെ ഞാൻ അതുപോലെ ആയുർവേദത്തിൽ മാത്രമേ മിക്കതിലും എല്ലാത്തിലും ഇപ്പൊ നമ്മൾ ഒരേ ഡോക്ടറെ അടുത്ത് പോയി 2 പേര് മാറി കഴിഞ്ഞാൽ 2 പേര് 2 ട്രീറ്റ്മെന്റ് അല്ലേ തരിക. ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുപോലെ തലയ്ക്കണയ്ക്കും ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇപ്പൊ നമ്മൾ തൈലത്തിന് നമ്മൾ പലപ്പോഴും ആ വേദനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദേഹത്ത് തൈലം തേക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും മൂർധതൈലം, അതായത് നമ്മുടെ തലയ്ക്കെണ്ണ എന്നുള്ള ഒരു കോൺസെപ്റ്റ്, എണ്ണ വെക്കുക, നെറുകയിൽ എണ്ണ വെക്കുക അല്ലെങ്കിൽ തലയിൽ എണ്ണ വെക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ ഇപ്പൊ ഫെയ്ഡ് ആയിക്കൊണ്ട് വരിക. അപ്പൊ പലരും അതില് എത്രമാത്രം ഫോളോ ചെയ്യണോ അല്ലെങ്കിൽ വിശ്വസിക്കുന്നു എന്നുള്ള പോലും. പക്ഷെ നമ്മളിവിടെ ഈ പറഞ്ഞ പോലെ ഒരു പേഷ്യന്റിനെയും യുണീക്കായി കണ്ടുകൊണ്ട് ഏത് ടൈപ്പ് ഓഫ് ഹെഡ് ഓയിൽ യൂസ് ചെയ്യണമെന്ന് പോലും നമ്മള് ഇപ്പൊ ഹെയർ ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്കും മുടി കൊഴിച്ചലിന് മാത്രം പറ്റിയിട്ടുള്ള ഒരുപാട് ഹെഡ് ഓയിൽസ് ഉണ്ട്. ഓരോരോ കണ്ടീഷൻ നോക്കിയിട്ടാണ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തനിയെ ഇരിക്കണം. അയ്യോ വരുന്നില്ല. മുളങ്കാട് ഇതാണ് അവരുടെ 3 കോട്ടേജസ് ആണ്. കോട്ടേജിലുള്ളിൽ പോയി ഇനി സമയമുള്ള സമയത്ത് ഒരു ദിവസം വന്നിട്ട് ഇവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ സമയം കിട്ടുന്നില്ല, അതല്ലേ മെയിൻ പ്രശ്നം. ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ചെടി. നമ്മുടെ ചെമ്പരത്തിയുടെ, ഇവർ ആഫ്രിക്കൻ ചെമ്പരത്തി എന്നാണ് പറയുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ ചെമ്പരത്തിയാണെന്ന് തോന്നുമെങ്കിലും ഇലയൊക്കെ ഡിഫറെന്റ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. മനയും മ്യൂസിയവും ആയുർവേദ റിസർച്ച് സെന്ററും ആയുർവേദ നഴ്സിംഗ് ഹോമും ഒക്കെ കൂടെ ഒരു കൊച്ചു ആയുർവേദ ഗ്രാമം തന്നെയാണ് തൈക്കാട്ടുശ്ശേരിയിലുള്ളത്. സമയം കിട്ടുമ്പോൾ നിങ്ങൾക്കൊക്കെ പോയി ഇത് ആസ്വദിക്കുകയും ചികിത്സ തേടുകയും ഒക്കെ ആവാം. ഞങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വീടിന് തൃശ്ശൂരിൽ ഇത്ര തൊട്ടടുത്ത് ഇങ്ങനെ ഒന്നുണ്ടെന്നുള്ള അറിവ്, ഇത്രയും വിപുലമായ രീതിയിലുണ്ടെന്നുള്ള അറിവ് ആദ്യമായിരുന്നു. അങ്ങനെ ഒരു ജാലകം, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഞങ്ങൾക്ക് തുറന്നു തന്ന ഡോക്ടർ മനുവിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.